ട്രെയിനിൽ ടി.ടിക്ക് നേരെ വീണ്ടും ആക്രമണം. ആലപ്പുഴയിൽ ജനശതാബ്ദി എക്സ്പ്രസിൽ വെച്ചാണ് സംഭവം. ടി.ടി ജെയ്സന്റെ കണ്ണിന് പരിക്കേറ്റു. ഭിക്ഷക്കാരനാണ് ആക്രമിച്ചതെന്ന് ടി.ടി പറഞ്ഞു. ആക്രമിച്ച ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ട്രെയിനിലെ സുരക്ഷ കാര്യക്ഷമമാക്കണമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഭീകരാവസ്ഥയാണെന്നും ടി.ടി പറയുന്നു. ഇന്ന് രാവിലെ 120/76 തിരുവനന്തപുരം കോഴിക്കോട് പോണ ജനശതാബ്ദി വർക്ക് ചെയ്ത് വന്ന ടി.ടിസാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 5:50 കഴിഞ്ഞപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രധാരണത്തോടു കൂടി ഒരാൾ വണ്ടിക്കകത്തേക്ക് കയറി. കണ്ടാൽ തന്നെ തോന്നില്ലാത്തൊരു രീതിയാണ് അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് മനസ്സിലായത്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് കാണിക്കാൻ കൂട്ടാക്കിയില്ല. മുന്നോട്ട് പോയി അവിടെ ഒരു വെണ്ടർ നിൽക്കണ്ടായിരുന്നു. ആ വെണ്ടറെ പിടിച്ച് തള്ളി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. ആ സൈഡ് ഡോർ അടഞ്ഞു കിടക്കായിരുന്നു. പിന്നീട് അദ്ദേഹം D10 കോച്ചിൽ 11 കോച്ചിലാണ് ഈ സംഭവം നടന്നത്. 10 കോച്ചിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം ടിക്കറ്റില്ല. അവിടെ നിന്ന് പോകുന്ന പാസേജിൽ തുപ്പി കൈ മുഷ്ടി കുത്തി എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനായിട്ട് ശ്രമിക്കാൻ പുറകോട്ട് മാറി. രണ്ടാമത്തെ എടുക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കയറി എൻ്റെ കണ്ണിൻ്റെ കൂടെ വന്ന് കുറച്ച് ബ്ലഡ് വന്നു. നോൻ കഴിയാൻ എൻ്റെ കൺസേൺ അതോറിറ്റിനെ ഞാൻ അറിയിച്ചു. ഗാർഡിൻ്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കല വരെ ഗാർഡിൻ്റെ കൂടെ ഇരുന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കലയ്ക്ക് ശേഷം ആസ് യൂഷ്വൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്തു. കൂടെ വന്ന് റെയിൽവേ ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഏകദേശം 5:50 രാവിലെ. ആള് ഞാൻ പുറകെ കുറച്ച് ദൂരം പോയപ്പോഴാണെങ്കിൽ ആളെ കണ്ടറിയാൻ പറ്റും. കിട്ടിയില്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ട്രിവാൻഡ്രം സെൻട്രൽ പ്ലാറ്റ്ഫോം 2 വെച്ചാണ് ഈ പ്രശ്നം നടക്കുന്നത്. D11 കോച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ കോച്ച് ചെയിൻ പുള്ളി ചെയ്ത് വണ്ടി നിൽക്കി പോലീസൊക്കെ അപ്പോൾ അതിന് ശേഷമാണ് പോലീസ് വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാനക്കാരൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബാംഗങ്ങൾ ഇതര സംസ്ഥാനക്കാരുടെ ശല്യം സംബന്ധിച്ച്, ഭീഷണി സംബന്ധിച്ച്, ആക്രമണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമായതാണ്. പക്ഷേ ആ സംഭവം ഉണ്ടായി. വിനോദിന്റെ മരണം സംഭവിച്ച് പിറ്റേ ദിവസം വീണ്ടും മറ്റൊരു ടി.ടിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഇദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ട്രെയിനുകളിലെ സുരക്ഷ അത്ര കാര്യക്ഷമമല്ല എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ജെയ്സൺ എന്ന ടി.ടിക്ക് സംഭവിച്ചത്? ടോം, അദ്ദേഹത്തിൻ്റെ ജോലി സമയത്ത് അദ്ദേഹം ആക്രമിക്കപ്പെടുകയായിരുന്നു. ഇതിൽ ഇവിടേക്ക് ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഇയാൾ യാചകനാണ് എന്നാണ് ജെയ്സന്റെ വാക്കുകളിൽ ഉള്ളത്. ഇത് ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് തടയുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ പ്രകോപിതനായ ഇയാൾ ജെയ്സനെ മർദ്ദിക്കുകയായിരുന്നു, കൈകൊണ്ട് ഇടിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് മുഖത്ത് മാന്തുന്ന രീതിയിലേക്ക് അയാൾ ആക്രമിക്കുന്നത്. ഇതിൽ ജെയ്സന്റെ കണ്ണിന് താഴെ പരിക്ക് പറ്റിയിരുന്നു. ഇതിനുശേഷം ഇയാൾ ജെയ്സന്റെ തള്ളി മാറ്റിയിട്ട് അയാൾ കടന്നു കളയുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കടന്നു കളയുകയായിരുന്നു. ഈ സംഭവം ശ്രദ്ധയിൽ പെട്ടത് മറ്റ് ആളുകൾ വരുമ്പോഴേക്കും തന്നെ ഇയാൾ കടന്നു കളയുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത് ഔദ്യോഗികമായി ഇത് പരാതി സമർപ്പിക്കാനും എല്ലാം തന്നെ തയ്യാറാവുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ദിവസം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരാൾ ഇതുപോലെ തന്നെ ട്രെയിനിനകത്ത് ആക്രമിക്കപ്പെടുകയും പുറത്തേക്ക് തള്ളി വീഴ്ത്തുകയും GTA വിനോദ് കുമാർ കൊല്ലപ്പെടുകയും എല്ലാം തന്നെ ചെയ്തു. അത്തരം ഒരു ഭീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്, ഈ ഒരു അതിക്രമം ഉണ്ടാകുന്നത്. വിനോദിൻ്റെ ജെയ്സന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. അത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ കടന്നു കയറുന്നവർ ഈ ടിക്കറ്റ് ചോദിക്കുമ്പോഴും എല്ലാം തന്നെ ആക്രമണ സ്വഭാവത്തോടെ പെരുമാറുന്നതും എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരെയോടും ഒന്നും ചോദിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പലപ്പോഴും വനിതാ ജീവനക്കാർക്ക് അടക്കം വലിയ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്, ട്രെയിനകത്തുള്ളത് എന്ന് ജെയ്സൺ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഈ യാചകർ ഇതിനകത്തേക്ക് കയറുന്നത് പലപ്പോഴും
ഇവർ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ ഇവരറിയാതെ ഇതിനകത്ത് എത്തുന്നു, നേരിട്ട് കാണുന്നവരെയാണ് ഇവർ തടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഈ ചോദിക്കുകയോ മറ്റേതെങ്കിലും രീതിയിലൂടെ ഇറങ്ങാൻ പറയുകയോ ചെയ്യുമ്പോൾ വളരെ രൂക്ഷമായിട്ട് തന്നെ പരുഷമായിട്ട് തന്നെ ഇവരോട് പെരുമാറുകയും ഒപ്പം തന്നെ ആക്രമണ സ്വഭാവത്തിലേക്കെല്ലാം തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ഇത്തരക്കാരെ ഏത് രീതിയിലേക്കാണ്, അതായത് അതിനകത്തുള്ള ഗാർഡുമാരുണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്, ഇവരെല്ലാം തന്നെ ഫലപ്രദമായ രീതിയിലേക്ക് ഇടപെടണമെന്നാണ് ടി അടക്കമുള്ള ഇതിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഒരു ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ തുടർച്ചയായ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം നമുക്കറിയാം. ട്രെയിനിൽ വെച്ച് സൗമി എന്ന യുവതി കൊല്ലപ്പെട്ട സംഭവം, ഈ സമീപകാലത്ത് എലത്തൂരിലെ ട്രെയിൻ ആക്രമണം, ട്രെയിൻ സ്ഫോടനം അടക്കം നമുക്കറിയാവുന്ന കേസാണ്. ഈ കേസുകളിലെല്ലാം പിന്നിൽ അതിനെല്ലാം പ്രതികളായിരുന്നവർ ഇതര സംസ്ഥാനക്കാരാണ്. ഇതര സംസ്ഥാനക്കാർ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ, കേരളത്തിലെത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. നിരവധി ക്രിമിനലുകൾ, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ സ്വന്തം നാട്ടില് കൊലപാതകമടക്കം നടത്തി ഒളിവിൽ താമസിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നവരുണ്ട്. അങ്ങനെ യാതൊരു രേഖകളുമില്ലാതെ അനധികൃതമായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഏതൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് വ്യക്തമല്ല. അങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളാണ് കേരളത്തിലെ പല ട്രെയിനുകളിലും, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന പല ട്രെയിനുകളിലും സഞ്ചരിക്കുന്നത്. കേരളത്തിലേക്ക് അവർ ഒളിസങ്കേതമായി ഇവിടേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ, ഇതര സംസ്ഥാനക്കാരായവർ എത്തുമ്പോൾ ഇവിടുത്തെ ട്രെയിനിലെ ജീവനക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നം, ഒരു ചോദ്യം ഉയരുകയാണ്. ഡാനി, നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിനോദിന്റെ കൊലപാതകത്തിന് പിന്നാലെ ടിമാർ അവർക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷയില്ല, ഇതര സംസ്ഥാനക്കാർ പലയിടങ്ങളിലും ആക്രമിക്കുന്നു, ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു, വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവരെ തടയാൻ, ഈ അനധികൃതമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നവരെ തടയാൻ എന്ത് നടപടി, ആരാണ് ഈ നടപടി സ്വീകരിക്കേണ്ടത്? ഈ RPF അവരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നമ്മൾ ട്രെയിനുകളിൽ നടക്കുന്നുണ്ടോ? ടോം, ഇതിൽ അന്യ സംസ്ഥാനക്കാർ അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവർ ഇവിടേക്ക് എത്തുന്നത് നമ്മൾക്ക് തടയുവാനോ അല്ലെങ്കിൽ നിരോധിക്കപ്പെടാനോ അത്തരമൊരു സാധ്യതകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. കാരണം എല്ലാവർക്കും തന്നെ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവരെ പരിശോധിക്കപ്പെടേണ്ടതാണ്, ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവർ ജോലിക്കെത്തുമ്പോൾ, ജോലി തേടിയെത്തുമ്പോൾ അവർ കൃത്യമായ രീതിയിലുള്ള തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ പേരും തന്നെ ട്രെയിൻ മാർഗം തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പോലുള്ള ഇടങ്ങളിൽ കൂടുതൽ പരിശോധനകൾ കർക്കശമാക്കേണ്ടതാണ്. നമ്മൾ ഈ അടുത്ത് വായിക്കുന്ന പല സംഭവങ്ങളും തന്നെ നടക്കുന്നത് ഇതുപോലുള്ള ട്രെയിൻ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുമുള്ള അതിക്രമങ്ങൾ, സംഭവങ്ങളെല്ലാം തന്നെ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. ഈ കടന്നു വരുന്നവരിൽ കൂടുതലും അതിൽ ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. വലിയ രീതിയിലുള്ള പരിശോധനകൾ അവിടെ ആവശ്യമാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനടക്കം ക്രിയാത്മകമായി ഇതിനകത്ത് ഇടപെടാനടക്കം കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനിൽ പരിശോധനകൾ കാര്യക്ഷമമാക്കണം. ഈ രീതിയിൽ യാത്രക്കാർ സംശയം തോന്നുന്നവരുടെയൊക്കെല്ലാം എത്തുന്നത് കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കണമെങ്കിൽ അവരെ തിരിച്ചറിയൽ രേഖകൾ, കാർഡുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെയെങ്കിലും അത് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇവിടേക്ക് കടന്നു വന്നവരിൽ, ഇവിടേക്ക് ജോലി നോക്കിയിരുന്നവരിൽ മാവോയിസ്റ്റുകൾ പോലും ഉണ്ടായിരുന്നു. നമുക്കറിയാം, അങ്കമാലിയിൽ നിന്ന് അങ്ങനെ മാവോയിസ്റ്റ് നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മല്ലയെ അറസ്റ്റ് ചെയ്തത് അങ്കമാലിയിലായിരുന്നു. അയാൾ ഇവിടെ ജോലി നോക്കിയത് സാധാരണ ഒരു തൊഴിലാളിയെ പോലെ ജോലി നോക്കുകയായിരുന്നു. ഇവിടെ ആന്ധ്രയിൽ നിന്നടക്കം പോലീസ് ഇവിടേക്ക് അന്വേഷിച്ചെത്തുമ്പോഴെല്ലാം തന്നെ ആർക്കും തന്നെ മനസ്സിലാത്തൊരു സാഹചര്യം. അങ്ങനെ ഈ ഒളിയിടങ്ങളായി, സുരക്ഷിതമായ ഇടങ്ങളായി കേരളം അടക്കം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളടക്കം അവർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് അത് വളരെയധികം കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂരും അങ്കമാലിയും ആലുവയിലും എല്ലാം ഇത്തരം ക്രൈം റേറ്റുകൾ ഉയരുന്നുണ്ട്. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ വേണം. പ്രത്യേകിച്ച് ഇവർ കടന്നു വരുന്ന ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധനകളിലൂടെ വേണം ഈ കടന്നു പോകാൻ. ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സുരക്ഷിത ജീവനക്കാരടക്കം ഇവിടേക്ക് വരേണ്ടതുണ്ട് എന്ന് ഇതിനകത്ത് ജോലി നോക്കുന്നവർ തന്നെ പറയുന്നു. പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരടക്കം ഇത്തരം പരിശോധനകളിലെല്ലാം തന്നെ അവർ വരുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തൊഴിൽ ചെയ്യുന്നതിനടക്കം വലിയ ഭീതിയോടെയാണ് ഈ നിമിഷങ്ങളടക്കം കടന്നു പോകുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇന്നലെ TTA വിനോദിൻ്റെ മരണം, അതിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട് മൗനജാഥ അടക്കം എറണാകുളത്ത് നടന്നിരുന്നു. ഇതിലെല്ലാം പറയപ്പെട്ട, പങ്കുവെച്ചൊരു വികാരം ഇത്
തന്നെയാണ്. സുരക്ഷിതമായ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് അധികൃതർ കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് സുരക്ഷാ സംവിധാനങ്ങളടക്കം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ യാത്രക്കാരൻ ടിടിയെ കൊലപ്പെടുത്തിയതിന്റെ നടുക്കം വിട്ടുമാറും മുൻപെയാണ് മറ്റൊരു ടിടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇതര സംസ്ഥാനക്കാരനായ ഒരു ഭിക്ഷാടകൻ ആക്രമിച്ചു. കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ജെയ്സൺ എന്ന ടിടി കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ടിടിമാർ ഉയർത്തുന്നത്, റെയിൽവേ ജീവനക്കാർ ഉയർത്തുന്നത്. കാരണം പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാരായ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും അവർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ, അവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ തിരിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. തൃശ്ശൂരിലെ വിനോദിൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, വീണ്ടും അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറെ ഗൗരവത്തോടെ നമ്മുടെ അധികാരികൾ കാണേണ്ടതാണ്, റെയിൽവേ അധികൃതർ കാണേണ്ടതാണ്. ശക്തമായ നടപടിയാണ് ഈ അക്രമികൾക്കെതിരെ സ്വീകരിക്കുന്നത്. തൃശ്ശൂരിൽ യാത്രക്കാരൻ ടിടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യ സാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ചുമത്തിയതാണ് കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചതെന്ന് എന്നാണ് പ്രതിയുടെ മൊഴി. പിന്നീട് വൈരാഗ്യം തോന്നിയ രജനികാന്ത ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ സംഭവം ഈ ടിടി വിനോദിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുഖ്യ സാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വൈരാഗ്യം തോന്നിയതാണ്, അതായത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്യുന്നു, പിഴ ചുമത്തുന്നു. അതിന്റെ വൈരാഗ്യത്തെ തുടർന്ന് പ്രതി രജനികാന്ത ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു. അതായത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ തള്ളിയിടുകയായിരുന്നു എന്ന് തന്നെയാണോ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? അതെ ടോം, ശരിക്കും റിമാൻഡ് റിപ്പോർട്ടിലും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി പ്രതി രജനീകാന്ത ടി വിനോദിനെ തള്ളിയിടുകയായിരുന്നു. കാരണം ആദ്യം ടിക്കറ്റ് ചോദിച്ചെത്തിയതിൽ തർക്കമുണ്ടായി. തർക്കത്തെ തുടർന്ന് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു വിനോദ്. ആ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് വൈരാഗ്യം തോന്നിയ ഈ പ്രതി രജനീകാന്ത അയാളെ ടിയെ തള്ളിയിട്ടത്. ഇതിന് മുഖ്യ സാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ടോം. ഇതുമായി നിലവിൽ ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും മറ്റ് അന്വേഷണങ്ങൾ ആവശ്യമില്ല, കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇയാൾ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും ആജ്ഞ ഈ കേസിലെ? ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള നീക്കങ്ങളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് പ്രതി ഇപ്പോൾ. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിരവധി സാക്ഷികളുണ്ട്, ട്രെയിനിൽ യാത്രക്കാർ ഉൾപ്പെടെ നിരവധി സാക്ഷികളുണ്ട്. അത് ഉറപ്പാണ്, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി പോലീസ് തൃശ്ശൂർ വെളപ്പായി സംഭവം നടന്ന ട്രാക്കിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അപ്പം ഇതുമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു പക്ഷേ ഇനി എന്തെങ്കിലും ഫർദർ നടപടികൾ ഉണ്ടാവും. കാരണം അങ്ങനെ ചോദ്യം ചെയ്ത് തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യ സാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് എടുക്കാത്തതിലുണ്ടായ തർക്ക തുടർന്നുണ്ടായ വൈരാഗ്യമാണ് വിനോദിനെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം, വിനോദിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിന് ഇനി ഇതിനകത്ത് പ്രതിയുടെ റിമാൻഡ് കാലാവധിക്ക് ശേഷമുള്ള പോലീസ് നടപടികളായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ടോം. അതോടൊപ്പം ഈ റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് RPFന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ? കാരണം നമുക്കറിയാം, അല്പസമയം മുൻപ് ഡാനി പോൾ സൂചിപ്പിച്ച കാര്യമുണ്ട്. മറ്റൊരു ടിടിക്ക് നേരെ ആക്രമണം ഉണ്ടാകും. ജെയ്സൺ എന്ന ടിടിക്ക് നേരെ ട്രെയിനിൽ വെച്ച് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. ഇതര സംസ്ഥാനക്കാരാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ട്രെയിനുകളിൽ
ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഭയപ്പെടുന്നൊരു സാഹചര്യം, ഒരു ഭീകര അന്തരീക്ഷം പല ട്രെയിനുകളിലും നിലനിൽക്കുന്നുണ്ട് എന്ന് TTമാർ ഒന്നടങ്കം പറയുന്നുണ്ട്. ഇന്നലെ ആജ്ഞയോട് സംസാരിച്ച വിനോദിന്റെ കുടുംബാംഗങ്ങളും ഇക്കാര്യം തുറന്നു കാട്ടിയിരുന്നു. ഇതിൽ ക്രിമിനൽ സ്വഭാവമുള്ള യാത്രക്കാർ, ഇതര സംസ്ഥാനക്കാരായ യാത്രക്കാർ ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ ജീവനക്കാരുടെ ജീവനും സ്വത്തിനും ആരാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത്? എന്ത് നടപടിയാണ് ഈ സംഭവത്തിന്റെ, വിനോദിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഏതെങ്കിലും ഇവരുടെ സുരക്ഷ സംബന്ധിച്ച്, ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി സംബന്ധിച്ച് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ടോം, റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇവരുടെ സുരക്ഷ, ട്രെയിനിലെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് RPF-ഉം സ്റ്റേറ്റ് പോലീസിന്റെ ഒരു വിങ്ങും ഉള്ളത്. എന്നാലും ഇവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ കമ്പാർട്ട്മെന്റിലും എല്ലാ സമയത്തും RPF-ന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന്റെയോ പ്രതിനിധി ഉണ്ടാകണം എന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു അവസ്ഥയിൽ ഇത്തരമൊരു കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഒരു TTയുടെ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലായെങ്കിൽ ഇന്നൊരു ജനശതാബ്ദിയിലെ TTക്ക് നേരെ ആക്രമണമുണ്ടായി. അതൊരു ഭിക്ഷക്കാരനാണ്, ഭിക്ഷാടനം ജീവിതചര്യയാക്കിയ ഒരാളാണ്. ഇത്തരം സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവരുടെ ഒളിത്താവളമായി കണക്കാക്കുന്നത് ഇപ്പോൾ കേരളത്തെയാണോ എന്നൊരു സംശയം കൂടി ബാക്കിയാക്കുന്നുണ്ട്. എല്ലാ അതിഥി തൊഴിലാളികളെയും നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്താനാകില്ലെങ്കിലും ഇവരെങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്, ഇവരെ കൊണ്ടുവരുന്നത് ആരാണ്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിപ്പെടാണ്ടായ സാഹചര്യം എന്താണ്, ഇവരുടെ മറ്റു വിവരങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇനിയായാലും കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ഇടമൊരുക്കാൻ എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം ആക്രമണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇത്തരം ആക്രമണങ്ങളിൽ പലപ്പോഴും നമ്മളിപ്പോൾ കേരളത്തിലെടുത്ത 10 കേസിൽ 8 കേസുകളിലെയും പ്രതി, വിവിധ കേസുകളിലെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മോഷണ കേസുകളാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിച്ച കേസുകളാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടങ്ങളിൽ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ കേസുകളാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ തന്നെ ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ഡ്രൈവർ വിനോദ് കൊല്ലപ്പെട്ടു. അദ്ദേഹവും ഇങ്ങനെ പട്ടി കുറിച്ചതിനെ തുടർന്ന് പട്ടിയെ ചെരുപ്പെടുത്തെറിയുന്നു. അത് എന്തിനാണ് എന്ന് ചോദിക്കാൻ ചെന്ന വീട്ടുടമസ്ഥനെയാണ് ഈ 4 പേര് ജീവനക്കാരാണ്, തപാൽ വകുപ്പുകാരാണ് എന്ന് പറയുന്നു. ഇത്തരം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വിങ്ങിൽ പോലും ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ അക്രമാസക്തരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ജോലിയിൽ കയറി പറ്റുന്നത്, എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്, ഇവരുടെ റിക്രൂട്ട്മെന്റിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ചിലപ്പോ ആലുവ കേസിലെ പ്രതി, ഇപ്പോൾ ആലുവ പോക്സോ കേസിലെ പ്രതി മറ്റൊരു കേസിൽ പ്രതിയായ ശേഷം ഒളിച്ചു വന്നതാണ് കേരളത്തിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് പലപ്പോഴും ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഒളിത്താവളം തേടുന്ന ഇടമാണോ കേരളം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ജോലി ചെയ്താലുണ്ടാകുന്ന റെമ്യൂണറേഷന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതലാണ്? ഈ ഒരു സാഹചര്യം ഇവർക്ക് കുറച്ച് കൊടുത്താൽ മതി, ചെറിയ പൈസ കൊടുത്താൽ മതി എന്നൊരു സാഹചര്യത്തിൽ ഇവിടെ ഇവർക്ക് ജോലി കൊടുക്കാൻ മലയാളികൾ തയ്യാറാകുന്നു. ഇങ്ങനത്തെ പല സാഹചര്യങ്ങൾ കണക്കിലെടുത്തും മുതലെടുത്തും കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതിഥി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുമുള്ളത്. ഇങ്ങനെ കൂട്ടത്തോടെ വരുമ്പോൾ തന്നെ ഇവർ എത്ര പേരുണ്ടെന്ന് സൂചിപ്പിച്ചതുപോലെ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ഇങ്ങനെ ക്രിമിനൽ സംഘങ്ങൾ, ഇതര സംസ്ഥാനക്കാരായ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ ഭീതി പരത്തുകയാണ്. പലയിടങ്ങളിലും അക്രമം ഇളക്കി വിടുന്നു, ആളുകളെ കൊല്ലുന്നു, കൊച്ചു കുട്ടികളെ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നു. ആലുവയിലെ സംഭവമൊക്കെ ഒരൊറ്റപ്പെട്ടതല്ല എന്ന് പിന്നീട് ഓരോ സംഭവങ്ങളും പുറത്തു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അധികാരികളുടെ, നമ്മുടെ പോലീസ് സേനയുടെ അടക്കം വീഴ്ചയായി തുറന്നു കാട്ടേണ്ടത്.